നിങ്ങൾ ലേണിംഗ് പഠിച്ചതാണ്. എത്ര ഹാൻഡ് സിഗ്നൽ? 2. ഓക്കെ. എത്ര മക്കളെ? അറിഞ്ഞൂടാ. 5 മക്കളെ. 5 ഹാൻഡ് സിഗ്നലാണ്. നിങ്ങൾ സ്കൂട്ടി ഓടിച്ചാലും ബൈക്ക് ഓടിച്ചാലും കാർ ഓടിച്ചാലും ഇനി നാളെ ഹെവി എന്ന് വെച്ചാൽ ലോറിയോ ബസ്സോ ഓടിച്ചാലും ഈ 5 ഹാൻഡ് സിഗ്നലേ ഉള്ളൂ. ഇനി 2 കൈണ്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കുമോ, 1 കൈണ്ട് കാണിക്കുമോ? ഇത് ചിലരുടെ ഇടത് കൈണ്ടൊക്കെ എടുത്ത് ഇടത് കാണിക്കണം. അതെന്തിനും നമ്മളെപ്പോഴും വലത് കൈകൊണ്ട് മാത്രമേ ഹാൻഡ് സിഗ്നൽ കാണിക്കാവൂ. ഏത് കൈകൊണ്ട്? വലത്. കാരണം നിങ്ങൾ സ്കൂട്ടിയും ബൈക്കും ഓടിക്കുമ്പം എല്ലാവരും റോഡിൽ ഓടിക്കുമ്പോഴേ ഇടത്തോട്ട് തിരിഞ്ഞെങ്കിൽ ഇടത് എടുത്താണ് മിക്കവരും കാണിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഇനി ഇടത് സിഗ്നലിൽ കാണിച്ചാൽ പോലും ചിലവർക്ക് അറിഞ്ഞുകൂടാ, അയാൾ എന്താണ് കാണിക്കണമെന്ന് പോലും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ അതുകൊണ്ട് 5 ഹാൻഡ്സിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഹാൻഡ്സിൽ എന്ന് പറയുന്നത് ഡ്രൈവർമാർ തമ്മിലുള്ള സംഭാഷണ രീതിയാണ്. നിങ്ങളിപ്പോൾ ഒരു വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തോ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തോ നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം ആ ഡ്രൈവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലാണ് ഹാൻഡ് സിഗ്നൽ. അപ്പം ഡ്രൈവർമാർ തമ്മിലുള്ള സംഭാഷണ രീതി. ഓക്കെ അല്ലേ? നിങ്ങളെ വണ്ടി നിങ്ങൾ ഈ ഇവിടെ 2 വീലർ റോഡ് ഓടിക്കുമ്പോഴേ ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ പറയുമ്പോൾ മിക്കവർക്കും എന്ത് ചെയ്യണൂടാ? അറിഞ്ഞുകൂടാ. നിങ്ങൾ ബ്ലാങ്ക് ആയിരിക്കുകയാണ്. നിങ്ങൾ റോഡിൻ്റെ ഇട സൈഡിൽ നിന്ന് എടുക്കുന്ന വണ്ടി ഏത് ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കണം? റോഡിൻ്റെ ഇട സൈഡ്. നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ റോഡിൻ്റെ ഇട സൈഡിൽ നിൽക്കുകയാണ്. നിങ്ങൾ വണ്ടി എടുത്ത് റോഡിൽ കയറ്റണം. റോഡിൽ കയറ്റി സ്ട്രൈറ്റ് പോകണം. അപ്പോൾ ഏത് ഇൻഡിക്കേറ്റർ ഇടണം? അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൈ കൊണ്ട് എങ്ങനെ കാണിക്കണം? കൈ സ്ട്രൈറ്റ് പിടി, ഒരു കൈ അകലത്ത് ചെയ്യുന്നു, അങ്ങോട്ട് നീങ്ങുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ റോഡ് ടെസ്റ്റിന് കറക്റ്റ് ഹാൻഡ് സിഗ്നൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ റോഡ് ടെസ്റ്റ് ഫെയിൽ ആവും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എട്ടെടുക്കാൻ പഠിച്ചു, റോഡ് ഓടിക്കാൻ പഠിച്ചു, നിങ്ങൾ റോഡിൽ വണ്ടി ഓടിക്കുന്നു, അത് പറയേണ്ടത് ഒരു കാര്യമില്ല. സാറിൻ്റെ മുന്നേ നിങ്ങളെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ മുന്നേ ചെയ്ത് കാണിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലൈസൻസ് തരുള്ളൂ. ഇനി 8 പാസ്സായി, റോഡ് ടെസ്റ്റിന് പോയപ്പോൾ നിങ്ങൾ ഹാൻഡ് സിഗ്നൽ നേരെ കാണിച്ചില്ല, റോഡ് ടെസ്റ്റ് ഫെയിൽ ആവും. നിങ്ങൾ വീണ്ടും റോഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫീസ് അടച്ചിട്ട് വീണ്ടും ഒരു ദിവസം ടെസ്റ്റിന് പോകേണ്ടി വരും. മറ്റേ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ വേറെ പ്രശ്നമില്ല. ചിലപ്പോൾ നിങ്ങൾ നന്നായി ഓടിച്ചിട്ട് വരും, ചിലപ്പോൾ ഇൻഡിക്കേറ്റർ മറന്നു പോകും, ചിലപ്പോൾ ഹാൻഡ് സിഗ്നൽ കാണിക്കും, ഇൻഡിക്കേറ്റർ ഇടില്ല, ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇടും, ഹാൻഡ് സിഗ്നൽ കാണിക്കില്ല. അപ്പോൾ രണ്ടും കൃത്യമായിട്ടും നിങ്ങൾ ചെയ്ത് കാണിക്കണം. അപ്പം വലത്തോട്ട് തിരിയണമെങ്കിൽ അത് ഇൻഡിക്കേറ്റർ റൈറ്റ്, കൈ അത് കാണിക്കണം, കൈ സ്ട്രൈറ്റ് കാണിക്കണം. ഓക്കെ അല്ലേ? ഇങ്ങനെ പൊങ്ങ്, നിങ്ങൾ ഷോൾഡറിൻ്റെ മട്ടം ഇങ്ങനെ 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 ഇങ്ങനെയല്ല, സ്ട്രൈറ്റ്. എല്ലാവരിലും ഇങ്ങനെ നിൽക്കട്ടെ. ഇതാണ് റൈറ്റ്. കൂട്ടാ അങ്ങോട്ട് കൂട്ടാ കൈ, അതെ ഇങ്ങനെ കേട്ടോ. അപ്പം എല്ലാവരിലും എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ നിൽക്കണം. ഇതാണ് റൈറ്റ്. ഇനി താത്തിട്ടോ, നിങ്ങൾക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാർ ഓടിച്ചാലും ഇത് തന്നെ. നിങ്ങൾ കാർ റോഡ് ടെസ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റോ ലെഫ്റ്റോ പോകണമെങ്കിൽ സാർ എന്ന് പറയും, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ഹാൻഡ് സിഗ്നലൂടെ കാണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? വണ്ടി വളയ്ക്കാൻ. സാർ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാൻ പറയുമ്പം നിങ്ങൾ റോഡ് മാത്രം ശ്രദ്ധിച്ച് വളഞ്ഞാൽ കൊണ്ടുപോകുമെങ്കിൽ സാർ ഇത് മനസ്സിൽ വെച്ചിരിക്കും. ചിലപ്പോൾ അപ്പോഴൊന്നും പറയില്ല. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം റോഡ് ടെസ്റ്റ് ഫെയിൽ ആവും. സാർ പറയും, കാര്യം പറയും. എന്നിട്ട് പറയും, ആ വളവ് വളഞ്ഞപ്പം ഇൻഡിക്കേറ്റർ ഇട്ടില്ല, ഹാൻഡ് സിഗ്നൽ കാണിച്ചില്ല, ഇതൊക്കെ ചെയ്തിട്ട് വേണം. റോഡിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഫെയിലായി പോകുന്ന കുട്ടികളുണ്ട്. അപ്പം ലെഫ്റ്റ് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? സ്പീഡ് കൺട്രോൾ ചെയ്യണം, ഗിയർ കുറയ്ക്കണം. എന്നിട്ട് ഹാൻഡ് സിഗ്നൽ എങ്ങനെ കാണിക്കും? ലെഫ്റ്റ് ആണെങ്കിൽ കൈ സ്ട്രൈറ്റ് വെച്ചോ, ബാക്കിൽ വെച്ചോ, ഫ്രണ്ടിലോട്ട് 0 പോലെ 3 പ്രാവശ്യം കറക്കും. ഇതെങ്ങോട്ട് പോകാനുള്ള? ലെഫ്റ്റ്. ഓക്കെ അല്ലേ? എന്നാൽ സ്കൂട്ടി ഓടിക്കുന്നവർക്ക് റോഡ് ടെസ്റ്റിന് ലെഫ്റ്റ് ഹാൻഡ് സിഗ്നൽ വരുന്നില്ല. റൈറ്റും സ്ലോ ഡൗൺ സ്റ്റോപ്പും അങ്ങനെയാണെങ്കിൽ ആ 3 സിഗ്നലേ വരുന്നുള്ളൂ. ഓവർടേക്കും വരുന്നില്ല, ലെഫ്റ്റും വരുന്നില്ല. എന്നാൽ കാർ റോഡ് ഓടിക്കുമ്പം നിങ്ങൾക്ക് എവിടെ വേണം റോഡ് ടെസ്റ്റിന് കിട്ടാം, അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നെ ആവണം. അപ്പം ലെഫ്റ്റ് തിരിയാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, 3 പ്രാവശ്യം കറക്കുന്നു, എന്നിട്ട് കൈയ്യകത്ത് എടുക്കുന്നു, വളച്ച് നൂത്ത് പോകുന്നു. ഓക്കെ. ഇനി റൈറ്റ് തിരിഞ്ഞ് പോകാൻ പറഞ്ഞാലോ? അപ്പോഴും സ്പീഡ് കുറയ്ക്കുന്നു, ഗിയർ കുറയ്ക്കുന്നു, റൈറ്റ് കാണിച്ചിട്ടേ വണ്ടി എന്ത് ചെയ്യാവൂ? മുന്നോട്ട് പോകാവൂ. ഇനി നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? സാർ നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ പെട്ടെന്ന് പറയും, നിങ്ങൾ ഓടിച്ച് കഴിയുമ്പോൾ പറയും, ആ ശരി ഒതുക്കി നിർത്തുമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ട് വണ്ടി നിർത്തണം? ചുമ്മാ ബ്രേക്ക് മാത്രം പിടിച്ച് നിർത്തരുത്. എന്തൊക്കെ ചെയ്യണം? ആദ്യം ഇൻഡിക്കേറ്റർ. സാർ നിർത്താൻ പറഞ്ഞ ഉടനെ നിങ്ങൾ ഉടനെ അവിടെ ആ നട റോഡിൽ ബ്രേക്ക് പിടിച്ച് നിർത്തണ്ട. ആദ്യം ഉടനെ ഇൻഡിക്കേറ്റർ. എന്തിനാണെന്ന് അറിയാമോ നമ്മൾ ഇൻഡിക്കേറ്റർ ആദ്യം ഇടുന്നത്? പുറകിൽ നിന്ന് പറഞ്ഞ വണ്ടിക്കാർക്കും ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒന്നിൽ ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്നു, അല്ലെങ്കിൽ ഇട സൈഡിൽ ഒതുക്കാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം ഇൻഡിക്കേറ്റർ ഇട്ടു. ഇനി രണ്ടാം അർത്ഥം എന്ത് ചെയ്യണം? വണ്ടി കൺട്രോൾ എന്ന് വെച്ചാൽ സ്പീഡ് നിങ്ങൾ നിയന്ത്രിക്കണം. ബ്രേക്കിൽ കാല് വന്നു, സ്പീഡ് കുറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യണം? വണ്ടി ഓഫ് ആവാൻ പാടില്ല. ഗിയറുള്ള വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നത്, ഓഫ് ആവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ചിനെ മുഴുവൻ ചവിട്ടി വയ്ക്കണം. ആദ്യം എന്ത് ചെയ്തു? ഇൻഡിക്കേറ്റർ ഇട്ടു, രണ്ടാമത് സ്പീഡ് കൺട്രോൾ ചെയ്തു, മൂന്നാമത് ബ്രേക്കിൽ കാല്
ചവിട്ടണ്ട, പിന്നെ പതുക്കെ റിലീസ് ചെയ്ത് വെച്ചിട്ട് ക്ലച്ചിൻ്റെ മുഴുവൻ ചവിട്ടി വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റോഡിൽ ഇട സൈഡിൽ എവിടെയാണ് സ്ഥലം ഉണ്ടെന്ന് നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണം. അങ്ങോട്ട് സൈഡിലോട്ട് ഒന്ന് ഒതുക്കണം, സ്ട്രെയിറ്റ് ചെയ്യണം, ആ കൂട്ടത്തിൽ സ്ലോ ഡൗൺ, സ്റ്റോപ്പ് ഇത് കാണിച്ചിട്ടേ വണ്ടി എന്ത് ചെയ്യാവൂ, പൂർണ്ണമായിട്ട് നിർത്താവൂ. ഇനി നിർത്തി ടെസ്റ്റ് തീരുന്നില്ല. ആദ്യം ന്യൂട്രാക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഇടണം. ഇതിട്ടിട്ടതിന് ശേഷമേ ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാല് എടുക്കാവൂ. ഓക്കെ അല്ലേ?